ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ക്യൂക്ക് സ്കോറർ മാരത്തോണിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സും തീർച്ചയായും നിങ്ങൾ മിസ്സാക്കരുത്. ക്ലാസ് അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ചെറിയ മിനിറ്റും അല്ലെങ്കിൽ ഓരോ ചെറിയ സമയം അതിൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കട്ടെ. അത്രയും ചെറിയ മൈന്യൂട്ട് പോയിന്റ്സ് അടക്കം അതിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ക്ലാസ്സും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി ചോദ്യം വരാൻ ചാൻസ് ഉള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്, അതായത് ഈ മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്തൊക്കെ പഠിച്ചിരിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് ചെയ്യാൻ എനിക്കൊരു മടി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സും കൊണ്ടുവന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അധികം വൈകാൻ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. VFA ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. പിന്നെ ഏതൊക്കെ ബാച്ചസ് ആണുള്ളത്, പ്രിലിംസിന്റെ ബാച്ച് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കൂടെ പറയാൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് സമയമൊന്നും നമ്മുടെ മുമ്പിലില്ല, എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ വേണ്ട രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഓണായി, അതായത് നിങ്ങളും നല്ല രീതിയിൽ എൻഗേജ് ആയി, നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ എന്റെ കൂടെ തന്നെ പറഞ്ഞ് ഒന്ന് നല്ല രീതിയിൽ എൻഗേജ് ആയിട്ടിരിക്കുക. വെറുതെ കേട്ട് പോകാൻ നിൽക്കരുത്, പറ്റുന്ന അത്രയും എൻഗേജ് ആവുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ നോട്ട് ചെയ്തോ, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുള്ളത്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കൂടെ പറയാൻ ശ്രമിക്കുക, വെറുതെ ഇരിക്കരുത്. അതായത് ഒന്നും മിണ്ടാതെ ഇരിക്കരുത്, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും കാര്യങ്ങളൊന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ റെസ്പോൺസ് ആവശ്യമാണ്, എങ്കിലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ പോയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടെ ഓരോ കാര്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. ഇത് എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് അല്ലെ, ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? അവിടെ ഏതുണ്ടോ സ്വത്തവകാശം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതാണ് അവിടെ ഉത്തരം. ഓക്കെ, സ്വത്തവകാശം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ, ഉറപ്പിച്ചോ, അതാണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് സ്വത്തവകാശത്തിനെ കുറിച്ച് ചോദിക്കാനാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷനിൽ സ്വത്തവകാശം ഉണ്ടോ, വേഗം പോയി ആൻസർ ചെയ്തോ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത്, നിലവിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വന്നാൽ അത് ഏതാണ്? സ്വത്തവകാശമാണ് അല്ലെ. സ്വത്തവകാശം, മുമ്പ് സ്വത്തവകാശം ഒരു മൗലികാവകാശമായിരുന്നു, പിന്നീട് അത് മാറ്റി. ഏത് ഭേദഗതി പ്രകാരമാണ് മാറ്റിയത്? 44ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം അതിനെ മാറ്റി. നിലവിൽ അത് എന്ത് അവകാശമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നിയമാവകാശമാണ് കേട്ടോ. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. അപ്പൊ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും മാറ്റി നിലവിൽ അത് എന്തവകാശമാണ്? നിലവിൽ അത് ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, സ്വത്തവകാശം നിലവിൽ ഒരു മൗലികാവകാശമാണ്. തെറ്റാണ്. വേറെ എന്ത് രീതിയിൽ അവകാശമാണെന്ന് പറഞ്ഞു തന്നാലും ശ്രദ്ധിച്ചു വായിക്കുക. സ്വത്തവകാശം നിലവിൽ എന്താ? അതൊരു നിയമാവകാശമാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഭേദഗതികൾ പറയുന്നുണ്ട്. ഈ 44ാം ഭേദഗതിയുടെ വർഷം പഠിച്ചു വെക്കണം. 44നെയും 42നെയും നമുക്ക് സിമ്പിൾ ആയിട്ട് വർഷം പഠിക്കാൻ പറ്റും. എങ്ങനെയാണ്? 4+2, ഇത് 42ാം ഭേദഗതിയുടെ വർഷമാണ്. 6 ആണല്ലേ വരിക. 4+2 6. അപ്പൊ 1976 ആണ് 42ാം ഭേദഗതി. നിങ്ങൾക്ക് ഓപ്ഷനിൽ 6 വെച്ചിട്ടൊരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. 4+2 6 അപ്പൊ 1976 42ാം ഭേദഗതി. 44ാം ഭേദഗതി 4+4 എത്രയാണ്? 8 അപ്പൊ 1978 44ാം ഭേദഗതി. ഈ 44ാം ഭേദഗതി പ്രകാരമാണ് എന്ത്? സ്വത്തവകാശത്തെ മാറ്റിയത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദ്യം വന്നാൽ അത് 44ാം ഭേദഗതിയാണ്. ഈ 44ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ് അല്ലെ. ആരാണ്? മൊറാർജി ദേശായി ആണ്. ചോദ്യം വരും, 44ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നൊരു ചോദ്യം വന്നാൽ അത് മൊറാർജി
ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായി ആണ്. ആ സമയത്തെ പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ് 44ാം ഭേദഗതി. ഈ 44ാം ഭേദഗതി, 42ാം ഭേദഗതി, ഈ രണ്ട് സമയത്തും പ്രധാനമന്ത്രിയും പ്രസിഡന്റും അറിയണം. അതുപോലെ തന്നെ 86ാം ഭേദഗതി സമയത്ത് ആരറിയണം? പ്രധാനമന്ത്രി അറിയണം. ഓക്കെ. പിന്നെ 52ാം ഭേദഗതി ആ സമയത്ത് ആരാണ്? രാജീവ് ഗാന്ധിയാണ് അല്ലെ? രാജീവ് ഗാന്ധിയാണ് 52ാം ഭേദഗതി സമയത്ത്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോ 42ാം ഭേദഗതി 1976 1976 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രസിഡന്റ്. ഓക്കെ. അപ്പൊ അത്ര കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദ്യം വരും. അതേതാണ്? 42ാം ഭേദഗതിയാണ്. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് അല്ലെ? ഏതിലാണ്? 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ. ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ചെയ്യാം. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ 42ാം ഭേദഗതി പ്രകാരം. സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 44ാം ഭേദഗതി. ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അല്ലെ? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഒറ്റ തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 42ാം ഭേദഗതിയാണ്. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയാണ്. കൂട്ടിച്ചേർത്ത വാക്കുകൾ, ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ചോദ്യം വരും. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത അല്ലെ? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി പ്രകാരം. ഓക്കെ. പിന്നെ എന്താണ്? ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് നമുക്ക് ചോദ്യം വരാറുണ്ട്. 1949 നവംബർ 26 ആണ് ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഏക തീയതി. 1949 നവംബർ 26. 1949 നവംബർ 26. പിന്നെ 52ാം ഭേദഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 52ാം ഭേദഗതി ഈ സമയത്ത് 52ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദ്യം വരാറുണ്ട്. അത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ. രാജീവ് ഗാന്ധിയാണ് 52ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആരാണ്? രാജീവ് ഗാന്ധിയാണ്. വർഷം ചോദിച്ച 1985 ആണ് കേട്ടോ. 52ാം ഭേദഗതി 1985. എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദ്യം വരാറുണ്ട്. 52ാം ഭേദഗതി എന്തിനെ കുറിച്ചാണ്? കൂറുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. കൂറുമാറ്റം അല്ലെ? കൂറുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 52. ഓക്കെ. കൂറുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 52ാം ഭേദഗതിയാണ്. ഈ 52ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഒരു പട്ടിക ഉണ്ട്. ഏതാണ്? പട്ടിക 10 അല്ലെ? 10ാം പട്ടികയിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 10 പൈസ കിട്ടിയാൽ കൂറുമാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 10 പൈസ കിട്ടിയാൽ അവൻ കൂറുമാറും എന്ന് കണക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൂറുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക 10ലാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ. പട്ടിക 10. പിന്നെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭാഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക 8ലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ 7 എന്നത് തിരിച്ചിട്ട എല്ലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 തിരിച്ചിട്ട എല്ലാണ്. അപ്പൊ 7 പട്ടിക 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക 7ലാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തു വെക്കുക പട്ടികകൾ. ഓക്കെ. പട്ടികകൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പട്ടികകളൊക്കെ ഒന്ന് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ 4 രാജ്യസഭാ സീറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ സീറ്റിന് 4 കാലാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ. സീറ്റിന് 4 കാലാണെന്ന് ഓർത്തു വെച്ചാൽ അതും കിട്ടും. ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇങ്ങനത്തെ എന്തായാലും ഓർത്തു വെക്കുക. 8 ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 7 ഭയങ്കര ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 7. ഓക്കെ. 7 ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താണ്? 7 ലിസ്റ്റിനെ കുറിച്ചാണ്. 7 എന്നത് തിരിച്ചിട്ട ലിസ്റ്റ് ആണ്. അപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതെന്ന് ചോദ്യം വരികയാണെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതെന്ന് ചോദ്യം വന്ന പട്ടിക 7 ആണെന്ന് മനസ്സിലാക്കുക. ലിസ്റ്റ് എല്ലാം ആലോചിക്കുക. എല് അത് തിരിച്ച് 7. അപ്പൊ 7 തിരിച്ചിട്ട എല് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 7ലാണ്. പിന്നെ എന്തറിഞ്ഞില്ലെങ്കിലാണ് 8ന്റെ പണി കിട്ടുക? ഭാഷ അറിഞ്ഞില്ലെങ്കിൽ. നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താ 8ന്റെ പണി കിട്ടും അല്ലെ? 8ന്റെ പണി കിട്ടും. പിന്നെ 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും. അപ്പൊ 10 എന്താണ്? പട്ടിക 10ൽ പ്രതിപാദിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞ കൂറുമാറ്റം. അപ്പോ 52ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ് ചോദ്യം വന്നാൽ അത് ഏതാണ്? 10ാമത്തെ പട്ടികയാണ്. ഈ സമയത്തെ പ്രധാനമന്ത്രി ഇമ്പോർട്ടന്റ് ആണ്. രാജീവ് ഗാന്ധിയാണ്. അതുപോലെ തന്നെയാണ് 86 ഇവിടെ കൊടുത്തിട്ടില്ല. 86ാം ഭേദഗതി അതിലെന്താണ്? 86ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഒരു വകുപ്പുണ്ടല്ലോ 21A. എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 86ാം ഭേദഗതി. അപ്പൊ ഏത് ഭേദഗതിയാണ് എപ്പോഴും ചോദ്യം വരാറുണ്ട്. 6
6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭേദഗതിയിലാണ്? അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 86ാം ഭേദഗതിയാണ്. 86ാം ഭേദഗതി. ഓക്കെ, 86ാം ഭേദഗതി. ആ സമയത്തെ പ്രസിഡന്റ് ആരാണ്? APJ ആണ്. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണ് പ്രസിഡന്റ്. AB വാജ്പേയി ആണ് പ്രധാനമന്ത്രി. AB വാജ്പേയി. അപ്പൊ AB കണക്ട് ചെയ്ത് വെക്കുക. APJ പ്രസിഡന്റും AB വാജ്പേയി പ്രധാനമന്ത്രിയുമാണ്. ഏതാ വർഷം കൂടെ പഠിച്ചു വെച്ചോ? 2002 ആണ്. 2002. ഈ ഭേദഗതികളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് 42ാം ഭേദഗതി. എന്തുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. വർഷം നമ്മൾ പഠിച്ചു അല്ലെ? 4+2 6 ആണെന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞു. അപ്പൊ 1976 6 നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് 44ാം ഭേദഗതി. 4+4 8 ആണെന്ന് നമ്മൾ പഠിച്ചു വെക്കാം. 4+4 8 ആണ്. അപ്പൊ 1978 കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തന്നാണേ. ഓക്കെ, അപ്പൊ 42ാം ഭേദഗതി പ്രകാരം, അതായത് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആമുഖം ഒറ്റ തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? 42ാം ഭേദഗതി ആണെന്ന് ഓർത്തു വെക്കുക. 42ാം ഭേദഗതി 1976 ഓർത്തു വെക്കുക. 1976 ഓക്കെ. പിന്നെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. ഇതിന്റെ രണ്ടിന്റെയും സമയത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഓർമ്മ ഉണ്ടല്ലോ. ഒരു വട്ടം കൂടെ പറയട്ടെ. 42ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആണ്. പിന്നെ നമുക്ക് 44ാം ഭേദഗതി സമയത്തെ ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? മൊറാർജി ദേശായി ആണ് പ്രസിഡന്റ് അല്ല, മൊറാർജി ദേശായി ആണ് പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരാന്ന് ചോദ്യം വരികയാണെങ്കിൽ നീലം സഞ്ജീർ റെഡ്ഡി. ഒരു വട്ടം കൂടെ ഇതാക്കി പറഞ്ഞുതരാം, ഒന്നും കൂടെ ശ്രദ്ധിച്ചു പഠിക്കുക. 44ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നമുക്ക് സ്ലോയിൽ പോട്ടെ, ഞാൻ സ്പീഡായി പോകുന്നുണ്ട്, സോറി. അപ്പോ ഇത് രണ്ടും കിട്ടിയല്ലോ. 42ാം ഭേദഗതി സമയത്താണെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ്. ചോദ്യം വരാറുണ്ട്. അധികവും ചോദ്യം വരാറുള്ളത് പ്രസിഡന്റ് ആരാന്നാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അതുപോലെ തന്നെ 44ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ് അല്ലെ. ജനതാ ഗവൺമെന്റ് ആണ്. മൊറാർജി ദേശായി ആണ്. പിന്നെ പ്രസിഡന്റ് ആരെന്ന് ചോദ്യം വരാണ്. പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആണെന്നും ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. പിന്നെ 39ാം ഭേദഗതി നിയമം 1975 കേട്ടോ. 1975. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് കോടതികളുടെ നിരീക്ഷണത്തിന് അതീതമാക്കി അല്ലെ. 1975-77 അടിയന്തരാവസ്ഥ കാലത്താണ് ഈ നിയമം പാസ്സാക്കിയത്. ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ 31ാം ഭേദഗതി നിയമം എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് കോടതികളുടെ നിരീക്ഷണത്തിന് അതീതമാക്കി. 1975-77 അടിയന്തരാവസ്ഥ കാലത്താണ് ഈ നിയമം പാസ്സാക്കിയതെന്നും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ 106 ഭേദഗതി നിയമം 2023 106ാം ഭേദഗതി നിയമം 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് 106ാം ഭരണഘടനാ ഭേദഗതി നിയമം. നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെ. അപ്പോ 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് 106ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഏതാണ്? വനിതാ സംവരണ ബില്ലാണ് അല്ലെ. വനിതാ സംവരണ ബില്ല്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. വനിതാ സംവരണ ബില്ല്. ഓക്കെ, പുതിയ പാർലമെന്റിലെ ആദ്യത്തേതാണ് നാരി ശക്തി വന്ദൻ അധിനിയം. പുതിയ പാർലമെന്റിനെ കുറിച്ച് കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അതിൽ ചോദ്യം വരാറുണ്ട്. പുതിയ പാർലമെന്റിന്റെ ആകൃതി ചോദ്യം വരാറുണ്ട്. ത്രികോണാകൃതിയാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ത്രികോണാകൃതിയാണ് നമ്മുടെ പുതിയ പാർലമെന്റിന്റെ ആകൃതി. അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ത്രികോണാകൃതി എന്ന് പറയുമ്പോൾ 3 പ്രധാന കവാടങ്ങളാണ് ഉണ്ടാവുക അല്ലെ. 3 പ്രധാനപ്പെട്ട കവാടങ്ങളാണ്. ഏതൊക്കെയാണ്? കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ അല്ലെ. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ എന്നിവയാണ് 3 കവാടങ്ങൾ. പഠിച്ചു വെച്ചോ. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ. എന്തുകൊണ്ട് പഠിക്കണം? ഇതിൽ പെടാത്തത് ഏത് അല്ലെ? നമ്മുടെ പുതിയ ഇന്ത്യൻ പാർലമെന്റിലെ പ്രധാന കവാടങ്ങളിൽ പെടാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്ന് ചോദ്യം വരും. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ എന്നിവയാണ് പ്രധാന കവാടങ്ങൾ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. 106ാം ഭേദഗതി നിയമം 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് 106ാം ഭരണഘടനാ ഭേദഗതി നിയമം. ഓക്കെ,
106 ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന തീയതി സെപ്റ്റംബർ 28 അല്ലെ 2023 സെപ്റ്റംബർ 28 ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? നമ്മുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു അല്ലെ പ്രസിഡന്റ് ആയ ആദ്യ സാന്താൾ വംശജ ചോദ്യം വരും. ഓക്കെ, രാഷ്ട്രപതിയായ ആദ്യ സാന്താൾ വംശജയാണ് ദ്രൗപദി മുർമു. ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലും മൊത്തം സീറ്റുകളുടെ 33% 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ 106 ഭരണഘടനാ ഭേദഗതി നിയമം വ്യവസ്ഥ ചെയ്യുന്നു. മനസ്സിലാക്കി വെക്കുക. എന്താണ്? ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലും മൊത്തം സീറ്റുകളുടെ 33% 15 വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ 106 ഭരണഘടനാ ഭേദഗതി നിയമം വ്യവസ്ഥ ചെയ്യുന്നു എന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണ്. അപ്പോ എന്നാണ്? സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28 നിലവിൽ വന്നത്. ഭേദഗതി നിയമം നിലവിൽ വന്ന തീയതിയാണ് 2023 സെപ്റ്റംബർ 28. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് അല്ലേ 2023 മെയ് 28 പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ചെയ്യപ്പെട്ട പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് ക്ലിയർ ആയി. പിന്നെ 106 ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. അർജുൻ റാം മേഘ്വാൾ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പേര് എന്തായാലും പഠിച്ചു വെച്ചോ. ഓക്കെ, 106 ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. കേന്ദ്ര നിയമമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏപ്രിൽ 1 2023 മുതൽ, ഇത് 2023 ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഏപ്രിൽ 1 2023 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ്? 22 രൂപയാണ്. 22 രൂപയാണ്. 2023 ഏപ്രിൽ 1 മുതൽ 2023 ഏപ്രിൽ 1 മുതൽ എത്രയാണ്? 22 രൂപയിലാണ് വർധനവുണ്ടായത്. 22 രൂപയാണ് വർധനവുണ്ടായത്. ഇനി നോക്കാം. 2024 മാർച്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം 346 രൂപയാണ്. അപ്പൊ 2023 333 നിന്നും 13 രൂപയാണ് വർധനവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതല്ല ഇനി ചോദ്യം വരാൻ ചാൻസ്. 13 രൂപയാണ് വർധനവ് ഉണ്ടായത്. 13 രൂപയാണ് വർധനവ് ഉണ്ടായത്. ഒന്നുകൂടെ പഠിക്കുക. 2024 മാർച്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം 346 രൂപയാണ്. എത്രയാണ്? 346 രൂപയാണ്. 2023 നിന്നും എത്രയാണ് വ്യത്യാസം അല്ലെങ്കിൽ വർധനവ് ഉണ്ടായത് എത്രയാണെന്ന് ചോദിച്ചാൽ 13 രൂപ. 13 രൂപയാണ് വർധനവ് ഉണ്ടായത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 13 രൂപയുടെ വർധനവാണ്. അല്ലെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. അതിന് മുമ്പ് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 333 രൂപയാണ്. 333. ഈ പദ്ധതി പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. എത്രയാണ്? 374 ആണ്. 374 രൂപയാണ്. ഹരിയാനയിൽ എത്രയാണ്? 374. പഠിച്ചു വെച്ചോ. ഈ പദ്ധതി പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. കേരളത്തിൽ എത്രയാണ്? 346 ആണ്. കേരളത്തിൽ 346. ഹരിയാനയിൽ 374 രൂപയാണ്. ഹരിയാനയിൽ 374, കേരളത്തിൽ 346. കേരളത്തിൽ എത്രയാണ്? 346. കേരളത്തിൽ 346. 346 ആണ് കേരളത്തിലെ. ഹരിയാനയിൽ 374. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഹരിയാനയിലാണ്. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ കേരളത്തിൽ എത്രയാണ്? 346 ആണ്. കേരളത്തിൽ മുമ്പ് എത്രയായിരുന്നു? 333 ആയിരുന്നു. എത്രയാണ് വർധനവ് ഉണ്ടായിരുന്നത്? 13 രൂപയാണ്. വെറും 13 രൂപയാണ് വർധനവ്. 2023 വർധനവാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ വായിച്ചത്. അതും പഠിച്ചു വെക്കുക. 22 രൂപയാണ്. പക്ഷെ നിലവിൽ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 13 രൂപയുടെ വർധനവ് ഉണ്ടായി. 333 ആയിരുന്നത് 346 ആയി. 374 ആണ് ഹരിയാനയിൽ. ഏറ്റവും കൂടുതൽ ഇപ്പൊ നൽകുന്നത് ഹരിയാനയിലാണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഈ പദ്ധതി പ്രകാരം നിലവിൽ ഏറ്റവും കുറവ് തൊഴിൽ വേതനം നൽകുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവിടങ്ങളിലാണ്. ഓക്കെ, 234 രൂപ. ഏറ്റവും കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചോ ഹരിയാന 374 ഇവിടെ 234 രൂപ. 234. ഈ പദ്ധതി പ്രകാരം പ്രതിദിനം ഉള്ള കൂലിയിൽ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് ഗോവയിലാണ്. 34 രൂപയുടെ വർധനവാണ് ഗോവയിൽ ഉണ്ടായത്. നമുക്ക് 13 രൂപയുടെ വർധനവാണ് ഉണ്ടായത്.
ഗോവയിലാണെങ്കിൽ 34 രൂപയുടെ വർധനവുണ്ടായി. ഗോവയില് 34 രൂപയുടെ വർധനവുണ്ടായി. നമുക്കുണ്ടായത് 13 രൂപയുടെ വർധനവാണ്. ഏറ്റവും കുറവ് വർധനവുണ്ടായത് 7 രൂപ മാത്രം വർദ്ധിച്ചത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുറവ് വർധനവുണ്ടായത്. എത്രയാണ്? 7 രൂപ മാത്രമാണ് വർദ്ധിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഗോവയിലാണ്. ഗോവയിൽ എത്രയാണ്? 34 ആണ്. നമ്മുടെ എത്രയാണ്? 13 രൂപയാണ് വർധനവുണ്ടായത്. 333 ആയിരുന്നത് എത്രയായി? 346 രൂപയായി. 333 ആയിരുന്നത് 346 രൂപയായി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ. പട്ടിക 1 ഇവിടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ടിക 2 ആണ് കേട്ടോ. പട്ടിക ഉള്ളതല്ല, പട്ടിക 2 ആണ്. പട്ടിക 2 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പട്ടിക 2 ഗുണഭോക്താക്കൾ ആർക്കാണുള്ളതെന്ന്. ഓക്കെ, ആർക്കൊക്കെയാണെന്നുള്ളത്. പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം മന്ദഹാസം പദ്ധതി. ആർക്കാണ് വരിക? മന്ദഹാസം പദ്ധതി നമുക്കൊക്കെ അറിയാം. BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കല്ലേ? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ് മന്ദഹാസം പദ്ധതി. അപ്പൊ ആദ്യം നമുക്ക് 4 വരും അല്ലെ. 4 വരും. പിന്നെ അടുത്തത് സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിനാണ്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിനാണ് നമുക്കറിയാം. അപ്പൊ 4 ഒന്നുകൂടെ പഠിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയാട്ടോ. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിനാണ്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡർ വിഭാഗം. അഭയകിരണം പദ്ധതി ആർക്കാണ്? അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കാണ്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കാണ്. അപ്പൊ അടുത്തത് 1 വരും. പിന്നെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം, അത് ഭിന്നശേഷിക്കാർക്കാണ്. ഭിന്നശേഷിയുള്ളവർക്കാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. അപ്പൊ 4513 എന്നതാവും ആൻസർ വരിക. നോക്കാം, 4513. ഓക്കെ, 4513 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മന്ദഹാസം പദ്ധതി ആരാണ്? മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. സമന്വയ പരിപാടി അത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനാണ്. അഭയകിരണം പദ്ധതി, അഭയകിരണം നിരാലംബരായ വിധവകൾക്കാണ് നമ്മൾ പഠിച്ചു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഭിന്നശേഷിയുള്ളവർക്കാണ് കേട്ടോ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഭിന്നശേഷിയുള്ളവർക്കാണെന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് പദ്ധതികൾ നോക്കാം. കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ NUSERT നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കാം. കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. ഏതാണ്? പ്രൈഡ് ആണ്. ഒന്നും കൂടെ, കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. ഏതാണ്? പ്രൈഡ് ആണ് കേട്ടോ. കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. ഏതാണ്? പ്രൈഡ്. പറ്റുന്നത്ര റിപ്പീറ്റ് ചെയ്ത് പറയാം. മേ ബി നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. 1 മാർക്കെങ്കിലും കിട്ടാൻ, 1 മാർക്ക് കൂടെ കിട്ടാനുള്ള ചാൻസ് ആണ് കേട്ടോ. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 1 മാർക്ക് കൂടെ, ഓരോ ചെറിയ പോയിന്റ്സും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 1 മാർക്ക് പോലും പോകരുത്. ഓക്കെ, വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പും ജെൻഡർ പാർക്കും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല. പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ പാഠശാല. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് ഡിജിറ്റൽ പാഠശാല, ഡിജിറ്റൽ അത് കണക്ട് ചെയ്താൽ മതി. ഡിജിറ്റൽ പാഠശാല. ഒന്നുകൂടെ, വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക. ഏതാണ്? ഡിജിറ്റൽ പാഠശാല. ഏതാണ്? ഡിജിറ്റൽ പാഠശാല. കേരള നോളജ് എക്കോണമി മിഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ്. ഏതാണ്? പ്രൈഡ്. അടുത്തത് കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന മന്ദഹാസം പദ്ധതിയുടെ മാതൃകയിൽ തമിഴ്നാട് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുന്നഗൈ. മന്ദഹാസം പദ്ധതിയുടെ ഇതിൽ തമിഴ്നാട് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പുന്നഗൈ. അല്ലെ, മന്ദഹാസം പദ്ധതിയെ മാതൃകയാക്കി തമിഴ്നാട് ഒരു പദ്ധതി നടക്കുന്നുണ്ട്, അതാണ് പുന്നഗൈ. ഏതാണ്? പുന്നഗൈ. നമ്മുടെ മന്ദഹാസത്തിന്റെ മാതൃകയായി തമിഴ്നാട് കൊണ്ടുവന്ന പദ്ധതി ഏതാണെന്ന് ചോദ്യം വന്ന ഏതാണ്? പുന്നഗൈ. നമ്മുടെ ഏതാണ്? മന്ദഹാസം. തമിഴ്നാടിന്റെ പുന്നഗൈ. പുന്നഗൈ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി 2016 കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. ഏതാണ്? കൈവല്യ. ഓക്കെ,
ഭിന്നശേഷിക്കാർക്ക് ഇത് വെച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ. ഭിന്നശേഷിക്കാർക്ക് കൈവല്യ എന്നുള്ളതിനെ കൈവയ്യ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഭിന്നശേഷിയല്ല, അപ്പൊ കൈവയ്യ എന്നത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി 2016 കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാരെ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നു. കൈവയ്യ എന്നത് ആലോചിക്കുക. കൈവല്യ, കൈവയ്യ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-നും 65-നും മധ്യേ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഓക്കെ, നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-നും 65-നും മധ്യേ പ്രായമുള്ള, അതായത് ഒരു തൊഴിൽ കഴിഞ്ഞ് അടുത്തൊരു തുടക്കത്തിന് നിൽക്കുന്ന ആളുകൾക്ക് മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അതായത് പുതിയൊരു തുടക്കം, പുതിയൊരു ജീവൻ, അതായത് നവജീവൻ. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ പുതിയ ജീവൻ, നവജീവൻ, പുതിയ ഒരു തുടക്കം എന്ന് ആലോചിച്ചാൽ മതി. 50-നും 65-നും മധ്യ പ്രായമുള്ള ആളുകൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ, സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നുള്ള ആളുകൾക്ക് മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? നവജീവൻ. ഏതാണ്? നവജീവൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. ഏതാണ്? ഉന്നതി വിജ്ഞാൻ. അപ്പോ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആ വിഭാഗക്കാരെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ ഉന്നതത്തിലേക്ക് എത്തിക്കുക, ഉന്നതിയിലേക്ക് എത്തിക്കുക, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഉന്നതി വിജ്ഞാൻ. തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. അപ്പൊ ഇതെന്താണ്? 50-നും 65-നും മധ്യ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. എന്താണ്? പുതിയൊരു ജീവിതം അല്ലെ? പുതിയൊരു തുടക്കം, നവജീവൻ. മറ്റേതെന്താണ്? ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ കൈവയ്യ എന്നത് ആലോചിക്കുക. അപ്പൊ എന്ത് കണക്ട് ആവും? കൈവല്യ എന്നത് കണക്ട് ആവും. കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. ഓക്കെ, എന്റെ തൊഴിൽ എന്റെ അഭിമാനം. കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം. ഏതൊരു യുവാക്കൾക്കും ആഗ്രഹമുള്ള കാര്യമാണ് അല്ലെ? യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. ഓക്കെ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. ട്രാൻസ്ജെൻഡർ വെച്ചിട്ട് പലർക്കും ഇപ്പൊ കണക്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും. ട്രാൻസ്ജെൻഡർ മാരിവില്ല് വെച്ചിട്ട് കണക്ട് ചെയ്യാട്ടോ. ഓക്കെ, ട്രാൻസ്ജെൻഡർ മാരിവില്ല്, അത് സിമ്പിൾ ആയിട്ട് കണക്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല് എന്നതും മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടെ കൂടെ അംഗീകരിച്ചത്? ഏതാണ്? മലേറിയ രോഗത്തെയാണ്. ഏതാണ്? മലേറിയ. എന്താണ്? R21 മാട്രിക്സ് എം, മലേറിയ. അപ്പൊ ഈ M for മലേറിയ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോട്ടോ. എം കണ്ട അത് എം വെച്ചിട്ട് ഒരു രോഗമാണെന്ന് കണക്ട് ചെയ്തു. അതിൽ മലേറിയ നിങ്ങളുടെ മൈൻഡിൽ വരണം. ഏതാണ്? മലേറിയ ആണ്. R21 മാട്രിക്സ് എം. എന്താണ്? മലേറിയ. ഓക്കെ, R21 മാട്രിക്സ് എം വാക്സിൻ വികസിപ്പിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ് കേട്ടോ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്, പഠിച്ചു വെക്കണം. ഇത് ഇനി ഇങ്ങനെയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, R21 മാട്രിക്സ് എം വാക്സിൻ വികസിപ്പിച്ചത് ഏത് രോഗത്തിനാണ്? മലേറിയക്കാണ് അല്ലെ? മലേറിയ. എം എന്താണ്? എം മലേറിയ ആണെന്ന് ഓർത്തു വെക്കുക. വികസിപ്പിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് വികസിപ്പിച്ചത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ഗർഭിണികളെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വർഷം ഏകദേശം 1/2 കോടിയിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കൊതുകുജന്യ രോഗമാണ് മലേറിയ. ഓക്കെ, മലേറിയ പരത്തുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് അല്ലെ? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലേറിയ പരത്തുന്ന രോഗാണു. ഇനി മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് പെൺകൊതുകാണ് അല്ലെ? അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്ന കൊതുക്. ഏതാണ്? അനോഫിലസ് പെൺകൊതുക്. മന്ത് പരത്തുന്ന ക്യൂലെക്സ് പെൺകൊതുകാണ് അല്ലെ? ക്യൂലെക്സ് പെൺകൊതുകാണ് മന്ത് പരത്തുന്നത്. രണ്ടും മനസ്സിലാക്കി വെക്കുക. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകാണ്, മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ്. ഓക്കെ, രോഗാണു ഏതാന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡിയം ആണ്. രോഗാണു പ്ലാസ്മോഡിയം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ഗർഭിണികളെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, അതായത് ഒരു വർഷം ഏകദേശം 1/2 കോടിയിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കൊതുകുജന്യ രോഗമാണ് മലേറിയ എന്നത് മനസ്സിലാക്കുക. ഓക്കെ,
അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ബെറിബറിയെ സംബന്ധിച്ചതാണ്. ശരിയായത് നോക്കാം. B2 വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം അല്ലെ, B2 വിറ്റാമിന്റെ അപര്യാപ്തത മൂലം. എന്താണ്? തെറ്റാണത്. ഏതാണ്? വിറ്റാമിൻ B1ന്റെ അല്ലെങ്കിൽ വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ഓക്കെ. പിന്നെ ഡയാമിലല്ല, തയാമിനാണ്. തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് തയാമിന്റെ അഭാവം മൂലം. അതായത് വിറ്റാമിൻ ബിയുടെ രാസനാമം നമ്മൾ പഠിച്ചിട്ടുണ്ട്, തയാമിൻ. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. ഓക്കെ. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലമാണ്, അഥവാ തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പൊ ഒന്ന് തെറ്റാണ് കേട്ടോ. പിന്നെ ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം അല്ല. പിന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുന്നത് കൊണ്ടുവരുന്നു. ഇത് ശരിയാണ് കേട്ടോ, അതും ശരിയാണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് ന്യൂറൈറ്റിക്സ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. എന്താണ്? 2, 4, 5 എന്നിവ ശരിയാണ്. ഏതൊക്കെയാണ് തെറ്റ്? വിറ്റാമിൻ B2ന്റെ അപര്യാപ്തത മൂലമല്ല. വിറ്റാമിൻ B2 അല്ല, വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിനു മുമ്പ് വിറ്റാമിൻസിന്റെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. വിറ്റാമിൻ ബി അല്ലെങ്കിൽ B1 ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി അല്ലെ. ബെറിബറി വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പിന്നെ വിറ്റാമിൻ B2 നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? വിറ്റാമിൻ B2 ആണ്. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. വിറ്റാമിൻ B2 ആണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ. പിന്നെ വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലം ചോദിക്കുകയാണെങ്കിൽ അത് പെല്ലഗ്രയാണ്. ഏത് രോഗമാണ്? പെല്ലഗ്ര. 3 അങ്ങനെ ആലോചിച്ചാൽ മതി. പെല്ലഗ്ര, ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B3. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ വിറ്റാമിൻ B1 എന്താ രാസനാമം? തയാമിൻ എന്നാണ്. തയാമിൻ. അപ്പൊ ബീനെ എങ്ങനെ ആലോചിച്ചാൽ മതി? ഇത് ബി. ഇത് കണ്ടോ? ബി. ഇങ്ങനെ ബീനെ തിരിച്ചിടുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ താന്ന് കിട്ടും. ഓക്കെ, താ. പിന്നെ വിറ്റാമിൻ B3 ചോദിക്കുകയാണെങ്കിൽ 3നെ തിരിച്ചിടുന്നത് ഇങ്ങനെ, 3 ഇങ്ങനെ തിരിച്ചിട്ട എന്താണ്? നിയാസിൻ എന്നാണ് വിറ്റാമിൻ B3യുടെ രാസനാമം. വിറ്റാമിൻ B2 റൈബോഫ്ലേവിൻ എന്നാണ് വിറ്റാമിൻ B2ന്റെ രാസനാമം. റിവിഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഇതിപ്പല്ല, അപ്പൊ കുറെ പറയേണ്ടി വരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒന്ന്, വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലമാണ് ബെറിബറി എന്ന് പഠിച്ചു വെച്ചോ. അതായത് വിറ്റാമിൻ B1ന്റെ അപര്യാപ്തത മൂലമാണ് ബെറിബറി. പിന്നെ വിറ്റാമിൻ എ ചോദ്യം വരും. വിറ്റാമിൻ എ ഏതൊക്കെ രോഗങ്ങളാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കണ്ണിനെ ബാധിക്കുന്നതാണെന്ന് നമുക്കറിയാം അല്ലെ. A for അന്ധൻ ഓർത്തു വെക്കുക. വിറ്റാമിൻ എ കിട്ടിയില്ലെങ്കിൽ അന്ധനാവും. ഓക്കെ, അപ്പൊ A for അന്ധൻ. വിറ്റാമിൻ എ കിട്ടിയില്ലെങ്കിൽ എന്താ? അന്ധനാണ്. അപ്പൊ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. റെറ്റിനോൾ അല്ലെ. എന്താണ്? വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. അതും ആലോചിക്കാൻ സിമ്പിൾ ആണ്. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പൊ റെറ്റിനോൾ എന്നത് കണക്ട് ചെയ്യുക. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പൊ റെറ്റിനോൾ കണക്ട് ചെയ്ത് വെക്കുക. റെറ്റിനോൾ. ഓക്കെ, റെറ്റിനോൾ സിമ്പിൾ ആവുമല്ലോ. റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ രാസനാമം. പിന്നെ നിശാന്തത അല്ലെ, സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങളാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങൾക്ക് കാരണം വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ്. പിന്നെ ചോദ്യം വരും, വിറ്റാമിൻ എ എന്തിൽ നിന്നൊക്കെ ലഭിക്കും? ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ എന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ വിറ്റാമിൻ എ ക്ലിയർ ആയി. പിന്നെ വിറ്റാമിൻ സി എന്താണ്? വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി അല്ലെ. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ. അതിൽ ചോദ്യം വരും, സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണെന്ന്. സ്കർവി വിറ്റാമിൻ സിയുടെ ആണ് കേട്ടോ. ഓക്കെ, സ്കർവി വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് സ്കർവി രോഗം ഉണ്ടാകുന്നത്. ഈ സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. അപ്പൊ സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഓക്കെ, അപ്പൊ വിറ്റാമിൻ സി ക്ലിയർ ആയി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ അല്ലേ വിറ്റാമിൻ ഡി. എന്തുകൊണ്ട് പ്രധാനപ്പെട്ടത്? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ. എല്ലിന്റെയും പല്ലിന്റെ ഒക്കെ ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്നത് പഠിച്ചു വെക്കുക. റിക്കറ്റ്സ് അഥവാ കണ, അതുപോലെ തന്നെ ഓസ്റ്റീഷ്യസ് മലേഷ്യ അല്ലെ, ഈ 2 രോഗങ്ങളും വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. റിക്കറ്റ്സ് അഥവാ കണ അല്ലെങ്കിൽ ഓസ്റ്റീഷ്യസ് മലേഷ്യ.
പിന്നെ ഒരു രോഗമാണ് ഒസ്റ്റീഷ്യസ് മലേഷ്യ. ഈ 2 രോഗങ്ങൾക്കും പ്രധാന കാരണം വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതയാണെന്ന് മനസ്സിലാക്കി വെക്കുക. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ എങ്ങനെ ചോദ്യം വരും? സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് വിറ്റാമിൻ ഡി ആണ്. സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. പിന്നെ വിറ്റാമിൻ ഇ ആണ്. ഇ എന്താണ്? വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ ആണ് അല്ലെ. ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. എന്താണ്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്തൊക്കെ പഠിച്ചു? എ പഠിച്ചു. എ എന്താണ്? കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ്. ഈ വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? നിശാന്തത അല്ലെ, സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങൾ വിറ്റാമിൻ എയുടെ. പിന്നെ ബി പ്രധാനമായിട്ടും B1 ഒന്ന് അറിഞ്ഞിരിക്കുക. B1 ബെറിബറി, അത് ബി ബ എന്ന് ആലോചിച്ചാൽ മതി. ബി ബ ബെറിബറി, ബി ബ ബെറിബറി വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം അഥവാ വിറ്റാമിൻ B1ന്റെ അപര്യാപ്തത മൂലം. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ചോദ്യം വരും, അത് വിറ്റാമിൻ B2 ആണ്. പെല്ലഗ്ര ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? 3 പെല്ലഗ്ര. അപ്പൊ പെല്ലഗ്ര ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? പെല്ലഗ്ര വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമാണ്. നമ്മൾ വിറ്റാമിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. നമ്മളിപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ നോക്കുക, വിറ്റാമിൻ B1ന്റെ അപര്യാപ്തത മൂലമാണ് ബെറിബറി. പിന്നെ വിറ്റാമിൻ സി നമ്മൾ പഠിച്ചു അല്ലെ. വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ്. നമ്മുടെ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ഈ വിറ്റാമിൻ സി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രോഗിനെ കാണാൻ പോകുമ്പോൾ ഓറഞ്ചും കെട്ടിപ്പിടിച്ച് പോണത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോ രോഗപ്രതിരോധത്തിന് ആവശ്യമായതാണ്. ഈ രോഗപ്രതിരോധം രോഗിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ആണ്. പിന്നെ വിറ്റാമിൻ ഡി എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പഠിച്ചോ. ഈ വിറ്റാമിൻ സി ആണ് ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ. ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ഏതാണ്? വിറ്റാമിൻ സി. അപ്പൊ ചൂടാക്കുമ്പോൾ കുക്കർ ചൂടായി കഴിഞ്ഞാൽ കുക്കറിന് ഒരു സൗണ്ട് വരില്ലേ? ഒരു സൗണ്ട് വരില്ലേ? ആ സൗണ്ട് വെച്ച് കണക്ട് ചെയ്തോ. സി ആണ്. എസ് പറഞ്ഞിട്ടൊരു വിറ്റാമിൻ ഇല്ലല്ലോ, അപ്പൊ സി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്യുക. പിന്നെ മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദ്യം വന്നാൽ വിറ്റാമിൻ സി ആണ്. മനസ്സിലാക്കി വെക്കുക. വിറ്റാമിൻ ഡി എന്തിൽ നിന്നേ ലഭിക്കൂ? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ്. അതുകൊണ്ടാണ് സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. പിന്നെ വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റാമിൻ. കാരണം എന്താ? വന്ധ്യതക്ക് കാരണമാകുന്നത് ഈ വിറ്റാമിന്റെ അപര്യാപ്തതയാണ്. ഓക്കെ, അപ്പൊ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. പിന്നെ എപ്പോഴും PSCക്ക് ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു ചോദ്യമുണ്ട്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? K ഫോർ കട്ട പിടിക്കൽ എന്ന് ആലോചിച്ചോ. K ഫോർ കട്ട പിടിക്കൽ, സിമ്പിൾ ആണ്. K ഫോർ കട്ട പിടിക്കൽ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ K. ഇത്രയും കാര്യങ്ങളെങ്കിലും അഥവാ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കും. ഓക്കെ, അപ്പൊ ബെറിബറി രോഗം വെറ്റ് ബെറിബറി, ഡ്രൈ ബെറിബറി എന്നിങ്ങനെ 2 വിധത്തിലുണ്ട്. വെറ്റ് ബെറിബറി, ഡ്രൈ ബെറിബറി എന്നിങ്ങനെ 2 വിധത്തിലാണ് ബെറിബറി ഉള്ളത്. ഹൃദയത്തെയും രക്തചംക്രമണ സംവിധാനത്തെയും ബാധിക്കുന്ന തരം ബെറിബറി രോഗമാണ് വെറ്റ് ബെറിബറി. എന്താണ്? വെറ്റ് ബെറിബറി. ഹൃദയത്തെയും രക്തചംക്രമണ സംവിധാനത്തെയും ബാധിക്കുന്ന തരം ബെറിബറിയാണ് ഡ്രൈ ബെറിബറി എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്. അപ്പൊ അത് തെറ്റാണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോയിക്കോ. അതെന്താണ്? വെറ്റ് ബെറിബറി ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ മിക്കവാറും അത് ഡ്രൈ ബെറിബറി ആണെന്ന് തരും. അതെ, ബെറിബറി ആണെന്ന് പറഞ്ഞിട്ട് പോയി ആൻസർ ചെയ്യരുത്. ഇത് വെറ്റ് ബെറിബറി ആണ്, അത് ഡ്രൈ ബെറിബറി ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഹൃദയത്തെയും രക്തചംക്രമണ സംവിധാനത്തെയും ബാധിക്കുന്ന തരം ബെറിബറി രോഗമാണ് വെറ്റ് ബെറിബറി. ഞരമ്പുകളെ തകരാറിലാക്കുകയും പേശികളുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നത് മൂലം പേശി പക്ഷാഘാതത്തിന് കാരണമാകുന്ന തരം ബെറിബറിയാണ് ഡ്രൈ ബെറിബറി. ഡ്രൈ ബെറിബറി. ഓക്കെ, ഡ്രൈ ബെറിബറി, ഡ്രൈ ബെറിബറി. പേശി പക്ഷാഘാതം. അപ്പൊ പേശി വെച്ചിട്ട് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പേശി പിടിക്കുന്നത് ആലോചിച്ചാൽ മതി. ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പൊ ഡ്രൈ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഡ്രൈ പേശി, ഡ്രൈവ് പേശി, അങ്ങനെ കണക്ട് ചെയ്തോ. വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തോ, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഏതാണ്? തൈമസ് ഗ്ലാൻഡ് ആണ് അല്ലെ. തൈമസ് ഗ്രന്ഥിയാണ്. എന്താണ്? ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ്. റിപ്പീറ്റ് ചെയ്തു വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. തൈമസ് ഗ്രന്ഥി, തൈമസ് ഗ്ലാൻഡ് ആണ്. ഏതാണ്? തൈമസ് ഗ്രന്ഥി. ഒരു വട്ടം കൂടെ, ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? തൈമസ് ഗ്രന്ഥി അഥവാ തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതാണ്? തൈമോസിൻ, തൈമുലിൻ, തൈമോപോയിറ്റിൻ. ഓക്കെ, അപ്പൊ അതിലൊക്കെ തൈമോ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ അതിൽ പെടാത്തത് ഏതെന്നൊക്കെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈമോസിൻ, തൈമുലിൻ, തൈമോപോയിറ്റിൻ. ഓക്കെ, രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രതികരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനായി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. എന്താണ് തൈമോസിൻ? ഒരു വട്ടം കൂടെ, രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രതികരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനായി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഏതാണ്? തൈമോസിൻ ആണ്. ജുവനൈൽ ഹോർമോൺ, യുവത്വ ഹോർമോൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ജുവനൈൽ ഹോർമോൺ അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? അത് തൈമോസിൻ ആണ്. രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രതികരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനായി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. ഈ തൈമോസിൻ ആണ് ജുവനൈൽ ഹോർമോൺ, യുവത്വ ഹോർമോൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. തൈമോസിൻ ആണ് ജുവനൈൽ ഹോർമോൺ, യുവത്വ ഹോർമോൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ജുവനൈൽ ഹോർമോൺ, യുവത്വ ഹോർമോൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. തൈമോസിൻ ആണ് ജുവനൈൽ ഹോർമോൺ, യുവത്വ ഹോർമോൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ടി ലിംഫോസൈറ്റ് കോശങ്ങൾ വിവിധ തരത്തിലുള്ള രോഗപോരാളികളായി മാറുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നതിനായി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതാണ്? തൈമോപോയിറ്റിനും തൈമുലിനും. ഓക്കെ, തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈമോപോയിറ്റിനും തൈമുലിനും. ഒരു വട്ടം കൂടെ, ടി ലിംഫോസൈറ്റ് കോശങ്ങൾ വിവിധ തരത്തിലുള്ള രോഗപോരാളികളായി മാറുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നതിനായി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈമോപോയിറ്റിനും തൈമുലിനും. തൈമോസിൻ നല്ല രീതിയിൽ പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ജുവനൈൽ ഹോർമോൺ എന്നും യുവത്വ ഹോർമോൺ എന്നും അറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. ബോൺ മാരോ അഥവാ അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പൂർണ്ണ വളർച്ച എത്തുന്ന ലിംഫോസൈറ്റ്സ് ആണ് ടി ലിംഫോസൈറ്റ്സ്. ഒന്നും കൂടെ, ബോൺ മാരോ അഥവാ അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പൂർണ്ണ വളർച്ച എത്തുന്ന ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റ് എന്നത് മനസ്സിലാക്കുക. ടി ലിംഫോസൈറ്റ് കോശങ്ങളുടെ സഹായത്താൽ ശരീരത്തിൽ രൂപപ്പെടുന്ന പ്രതിരോധം എന്താണ്? കോശാധിഷ്ഠിത പ്രതിരോധമാണ്. കോശാധിഷ്ഠിത പ്രതിരോധം. കോശാധിഷ്ഠിത പ്രതിരോധം. ടി ലിംഫോസൈറ്റ് കോശങ്ങളുടെ സഹായത്താൽ ശരീരത്തിൽ രൂപപ്പെടുന്ന പ്രതിരോധമാണ് കോശാധിഷ്ഠിത പ്രതിരോധം. ഏതാണ്? കോശാധിഷ്ഠിത പ്രതിരോധം. അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട, അസ്ഥിമജ്ജയിൽ തന്നെ പൂർണ്ണ വളർച്ച എത്തുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്സ്. ഓക്കെ, അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് അസ്ഥിമജ്ജയിൽ തന്നെ പൂർണ്ണ വളർച്ചയിൽ എത്തുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് അസ്ഥിമജ്ജയിൽ തന്നെ പൂർണ്ണ വളർച്ച എത്തുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. ഏതാണ്? ബി ലിംഫോസൈറ്റ് ആണ്. അടുത്തത്, ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തത്? അറിയാം, ആവൃത്തിക്കാണ് അല്ലെ? ആവൃത്തിക്കാണ് മാറ്റമില്ലാത്തത്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തതെന്ന് ചോദിച്ചാൽ അത് ആവൃത്തിക്കാണ്. ഏതിനാണ്? ആവൃത്തിക്കാണ്. ഗ്ലാസിന്റെ ആവർത്തന സൂചിക വായുവിനേക്കാൾ എന്താണ്? കൂടുതലാണ്. ഗ്ലാസിന്റെ ആവർത്തന സൂചിക വായുവിനേക്കാൾ കൂടുതലാണ്. ഗ്ലാസിന്റെ ആവർത്തന സൂചിക വായുവിനേക്കാൾ കൂടുതലാണ്. ആവർത്തന സൂചികയും വൈദ്യുത കാന്തിക തരംഗത്തിന്റെ വേഗതയും വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ആവർത്തന സൂചികയും വൈദ്യുത കാന്തിക തരംഗത്തിന്റെ വേഗതയും വിപരീത അനുപാതത്തിലായിരിക്കും. ഗ്ലാസിന്റെ ആവർത്തന സൂചിക വായുവിനേക്കാൾ കൂടുതലായതിനാൽ വൈദ്യുത കാന്തിക തരംഗം ഗ്ലാസിലൂടെ സഞ്ചരിക്കുന്ന വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ വായുവിലൂടെ സഞ്ചരിക്കുന്നു. മനസ്സിലാക്കി വെക്കുക. ഗ്ലാസിന്റെ ആവർത്തന സൂചിക വായുവിനേക്കാൾ കൂടുതലായതിനാൽ വൈദ്യുത കാന്തിക തരംഗം ഗ്ലാസിലൂടെ സഞ്ചരിക്കുന്ന വേഗതയേക്കാൾ കൂടുതലായിട്ട് വായുവിലൂടെ സഞ്ചരിക്കുന്നു. ഓക്കെ, വായുവിൽ വൈദ്യുത കാന്തിക തരംഗത്തിന്റെ വേഗത കൂടുതലായതിനാൽ തരംഗ ദൈർഘ്യവും കൂടുതലായിരിക്കും. എന്താണ്? വായുവിൽ വൈദ്യുത കാന്തിക തരംഗത്തിന്റെ വേഗത കൂടുതലായതിനാൽ തരംഗ ദൈർഘ്യവും എന്താവും? അതും കൂടുതലായിരിക്കും. ഒരു വട്ടം കൂടെ, വായുവിൽ വൈദ്യുത കാന്തിക തരംഗത്തിന്റെ വേഗത കൂടുതലായതിനാൽ എന്തും കൂടുതലാവും? തരംഗ ദൈർഘ്യവും കൂടുതലാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ചന്ദ്രയാൻ 3 നോക്കാം. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നതിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഏതിന്റെയൊക്കെയാണ്? എയും സിയും ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നതിൽ ഏതിന്റെ സാന്നിധ്യമാണ്? ചന്ദ്രയാൻ 3യുടെ റോവർ ഏതാണ്? റോവർ പ്രഖ്യാൻ ആണ് അല്ലെ? റോവർ പ്രഖ്യാൻ ആണ്. റോവർ പ്രഖ്യാൻ. ലാൻഡർ അല്ലെ? ലാൻഡർ വിക്രമാണ്. ലാൻഡർ വിക്രമും റോവർ പ്രഖ്യാനുമാണ്. നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഏതിന്റെയാണ്? ഓക്സിജന്റെയും സൾഫറിന്റെയും ആണ് അല്ലെ? അപ്പൊ എയുടെയും സിയുടെയും ആണ്. ഇതുകൂടെ നോക്കിയിട്ട്, അതായത് ചന്ദ്രയാൻ 3യോട് കൂടെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ചന്ദ്രയാൻ 3യുടെ റോവർ ഏതാണ്? ചന്ദ്രയാൻ 3യുടെ റോവറിന്റെ പേരെന്താണ്? റോവർ പ്രഖ്യാൻ ആണ് അല്ലെ, റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം, ഓക്കെ, റോവർ പ്രഖ്യാൻ, ഓക്കെ, രണ്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് ലാൻഡർ വിക്രം LVRP ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി, LVRP. ഓക്കെ, ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ. ഇതിൽ പിന്നെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കാനുള്ളത് വിക്ഷേപണ ദിവസം അല്ലെ, എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 2023 ജൂലൈ 14. ഇത് പഠിച്ചു വെക്കണം, ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. എന്നാണ് 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആയതുകൊണ്ടാണ് പറയുന്നത് 2023 ജൂലൈ 14. പിന്നെ ചോദിക്കും ഈ സമയത്തെ ISRO ചെയർമാൻ ആരാന്ന് ചോദ്യം വരും. S സോമനാഥ് ആണ്. ISRO ചെയർമാൻ. പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് വീരമുത്തുവേലാണ്. ഓക്കെ, വീരമുത്തുവേലാണ് പ്രൊജക്ട് ഡയറക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. 2023 ജൂലൈ 14 വിക്ഷേപണം. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. പിന്നെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ വീരമുത്തുവേലാണ്. ഈ സമയത്തെ ISRO ചെയർമാൻ ചോദ്യം വരും. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആണ് S സോമനാഥ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ ലാൻഡറിന്റെ പേര് വിക്രം, റോവർ പ്രഖ്യാൻ. ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ ആകൃതി ഞാൻ നേരത്തെ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. ത്രികോണാകൃതിയാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഉണ്ടാവുക. അതിന്റെ പേരുകൾ എന്തൊക്കെയാണ്? ഒന്ന് കർമ്മദ്വാർ, ഓക്കെ, കർമ്മദ്വാർ, ശക്തിദ്വാർ, പിന്നെ ജ്ഞാൻദ്വാർ, ഓക്കെ, ജ്ഞാൻദ്വാർ. കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻദ്വാർ എന്നീ 3 പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഉള്ളത്. ആ കവാടങ്ങളുടെ പേര് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം. മേ ബി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ത്രികോണാകൃതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ത്രികോണാകൃതി ചോദ്യം വരുന്ന വേറൊരു കാര്യമുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതിയും ത്രികോണാകൃതിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതിയും ത്രികോണാകൃതിയാണ്. ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്ത്? ക്രമരഹിതമായ ത്രികോണാകൃതി എന്ന് ചോദ്യം വന്നാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്താണ്? ക്രമരഹിതമായ ത്രികോണാകൃതി അല്ലെ, ക്രമരഹിതമായ ത്രികോണാകൃതി എന്ന് ചോദ്യം വന്നാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരും. ഡെക്കാൻ പീഠഭൂമിയിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് കറുത്ത മണ്ണാണ്. ഓക്കെ, കണക്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. ബ്ലാക്ക് സോയിൽ അഥവാ എന്തെങ്കിലും. ഇതിന് വേറൊരു ചോദ്യം വരും. റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം. റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ചോദ്യം വരും കേട്ടോ, റിഗർ ചെർണോസം. പിന്നെ അന്താരാഷ്ട്ര മണ്ണ് വർഷം ചോദ്യം വരാറുണ്ട്. 2015 ആണ് മണ്ണ് വർഷം. ഓക്കെ, മണ്ണ് ദിനം ചോദിച്ചാൽ ഡിസംബർ 5 ആണ്. മണ്ണ് ദിനം ഡിസംബർ 5 ആണ്. മണ്ണ് വർഷം 2015, മണ്ണ് ദിനം ഡിസംബർ 5. മണ്ണ് വർഷം 2015, മണ്ണ് ദിനം ഡിസംബർ 5. രണ്ടും മനസ്സിലാക്കി വെക്കാം. മണ്ണ് വർഷമാണ് 2015, മണ്ണ് ദിനം ഡിസംബർ 15 ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ശ്രദ്ധിച്ചോ, അത് തെറ്റാണ്. ഡിസംബർ 5 ആണ് കേട്ടോ മണ്ണ് ദിനം ഡിസംബർ 5 ആണ്. അപ്പൊ 2015 എന്താണ്? മണ്ണ് വർഷമാണ്. മണ്ണ് വർഷം 2015. ഓക്കെ, 2023 ആണ് മില്ലറ്റ് വർഷം. 2023 ആണ് മില്ലറ്റ് വർഷം. 2023 മില്ലറ്റ് വർഷമാണ്. അതും മനസ്സിലാക്കി വെക്കുക. അപ്പം പിന്നെ 2004 ആണ് നെല്ല് വർഷം. 2004 നെല്ല് വർഷം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. 2004 നെല്ല് വർഷം. പിന്നെ 2004 നെല്ല് വർഷം. പിന്നെ 2016 ചോദ്യം വരും. 2016 ആണ് പയറ് വർഷം. 2016 പയറ് വർഷം. ഓക്കെ, പിന്നെ 2021 ആണ് പഴം പച്ചക്കറി വർഷം. 2022 കൈത്തറി വ്യവസായം. പിന്നെ 2023 നമ്മൾ പറഞ്ഞു മില്ലറ്റ് വർഷം. അത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം എന്ന് ചോദ്യം വന്നാൽ 2023 ആണ്. 2024 ആണ് ഒട്ടക വർഷം അല്ലെ. 2024 ആണ് ഒട്ടക വർഷം. 2025 ആണ് ഹിമാനി സംരക്ഷണം അല്ലെ. 2025 ഹിമാനി സംരക്ഷണം. 2026 ആണ് വനിതാ കർഷക വർഷം. ഇങ്ങനത്തെ ഒന്ന് ഓർത്തു വെക്കുക. ഇതിൽ 2023 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 2026
2023 എന്താണ് മില്ലറ്റ് വർഷമാണ്. മില്ലറ്റ് വർഷമാണ് 2023. ഓക്കെ, 2023 ആണ് മില്ലറ്റ് വർഷം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ കേരളത്തിലെ നദികളെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ബേസിക് ആയിട്ടുള്ളത് ചോദിക്കൂല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം. 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടാണ്. ചിലപ്പോൾ ചോദ്യം വരും, കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെടാത്തത് ഏത്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെടാത്തത് ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെടാത്തത് ഏതാണെന്ന് പഠിക്കണമെങ്കിൽ പെടുന്നത് ഏതാണെന്നുള്ള ആ 3 പഠിക്കണം. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് അല്ലെ. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഏറ്റവും വലുതാണ് കബനി, ഏറ്റവും ചെറുതാണ് പാമ്പാർ എന്നതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത് നദികളുടെ ഏകദേശം അറിയുന്നുണ്ടാവും. ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദ്യം വരും. ചിലപ്പോൾ അതിൽ വിശേഷണങ്ങൾ ചോദ്യം വരും കേട്ടോ. ചൂർണി, പൂർണ്ണ എന്നീ വിശേഷണങ്ങളുള്ള നദി അല്ലേ. ശങ്കരാചാര്യർ ചൂർണി എന്നും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദിയാണ് പെരിയാർ. ഓക്കെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്നൊക്കെ ചോദിച്ചാൽ അത് പെരിയാറാണ്. ചിലപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഏത് നദിയെ കുറിച്ചാണെന്ന് ചോദ്യം വരും. അടുത്തത് ഭാരതപ്പുഴ. ഭാരതപ്പുഴ. ഓക്കെ, ഭാരതപ്പുഴ എന്ത് ചോദ്യം വരും? കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നദി ഏതാന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. പിന്നെ ഇതിന്റെ വിശേഷണങ്ങൾ നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഈ നിളയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമായതെന്നും പഠിച്ചു വെക്കുക. ആരാണ് സ്ഥാപിച്ചത്? വള്ളത്തോൾ അല്ലെ. വള്ളത്തോളും പ്രധാനമായിട്ട് വള്ളത്തോൾ പഠിക്കണം. വള്ളത്തോൾ നാരായണ മേനോൻ, വള്ളത്തോൾ. പിന്നെ മണക്കുളം മുകുന്ദരാജ, രണ്ടുപേരും പഠിച്ചു വെക്കണം. ഈ പേര് ചോദ്യം വരും അല്ലെ. വള്ളത്തോളിന്റെ സ്ഥാപകരിൽ പെടുന്നതായിരുന്നു. പിന്നെ ഈ ഇതിന്റെ ഒപ്പം ഡേറ്റ് കൂടെ പഠിച്ചു വെച്ചോ. നവംബർ 9 ആണ്. 1930 നവംബർ 9 എന്ത് രൂപീകൃതമായത്? നമ്മുടെ കേരള കലാമണ്ഡലം രൂപീകൃതമായത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞുതരാം. ഇനി ലാസ്റ്റ് ടൈം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് എന്തായാലും കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ച് പോകേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ക്ലാസ് എടുക്കാനുള്ള ചെറിയൊരു പ്രശ്നത്തിൽ പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ടോപ്പിക്സ് പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. മാരത്തോൺ ആയിട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ട് കയറിയത്. പക്ഷേ ടൈമിൽ ചെറിയൊരു പ്രശ്നം വന്നു. എന്തായാലും ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞുതരാം. ഈ ടോപ്പിക്സ് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോകാം. ഒന്ന് നീതി ആയോഗ് എന്തായാലും നോക്കിയിട്ട് പോയിക്കോ, ചോദ്യം വരും. നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗ് ചോദ്യം വരും. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. 2015 ജനുവരി 1 പിന്നെ നിലവിലെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, CEO ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോയിക്കോ. മേ ബി കറണ്ട് അഫെയർ ആയിട്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. കറണ്ട് അഫെയറിൽ പുതിയ പദവികൾ എന്തായാലും അറിഞ്ഞു വെച്ച് പോയിക്കോ. അതായത് RBI ഗവർണർ, അങ്ങനെ ഒരുപാട് വലിയ വലിയ പദവികളുണ്ട്. ഈ പദവികൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അങ്ങനെ ഓരോ പദവികളും മനസ്സിലാക്കി വെച്ചിട്ട് പോയിക്കോ. അതൊന്ന് മനസ്സിലാക്കണം. നീതി ആയോഗ് പഠിച്ചോ. പിന്നെ പഞ്ചവത്സര പദ്ധതികളിൽ പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോയിക്കോ. ഈ സമയത്ത് നടന്നത്, അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര സമയത്താണ് ഇത് നടന്നത്, പഞ്ചവത്സര പദ്ധതി സമയത്താണ് നടന്നത്, അല്ലെങ്കിൽ വർഷങ്ങൾ ചോദിക്കും. വർഷങ്ങളുടെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഭാഗങ്ങൾ എക്കണോമിക്സ്, കാരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് എക്കണോമിക്സിന്റെ കമന്റ് വന്നുകൊണ്ടാണ് ഞാൻ അതിന്റെയൊക്കെ ക്ലാസ് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ ടൈം മാനേജ് ആയില്ല, ക്ഷമിക്കണം, സോറി. എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോയാൽ, അല്ലെങ്കിൽ ഇതിന്റെ നോട്ട്സ് എങ്കിലും പെട്ടെന്ന് ഒന്ന് വായിച്ചിട്ട് പോയാൽ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബാങ്കുകളെ പറ്റിയിട്ട് നോക്കണം കേട്ടോ. ബാങ്ക്സിനെ പറ്റിയിട്ട് നോക്കണം. ബാങ്കുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം എന്തിനെ പറ്റിയിട്ടാണ്? RBI പറ്റിയിട്ടാണ് നോക്കേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് നബാർഡും ഒന്ന് SBI ആണ്. ഈ 3 നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ബാക്കി പിന്നെ ബാങ്കുകളുടെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പഞ്ചവത്സര പദ്ധതികൾ എന്തായാലും നോക്കിയോ. പിന്നെ പുത്തൻ സാമ്പത്തിക നയവും നോക്കിയിട്ട് പോയിക്കോ. പുത്തൻ സാമ്പത്തിക നയം, പഞ്ചവത്സര പദ്ധതികൾ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് സിദ്ധാന്തങ്ങൾ നമ്മൾ അറിയാണ്ടാവും. ലേസിസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്ത് ആണെന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തം എപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. അത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി അല്ലെ, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെഹലനോബിസ് ആണ്. PC മെഹലനോബിസ് ആണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. M വിശ്വേശ്വരയ്യ. ഇവരെ പറ്റിയിട്ടും കുറച്ച് നോക്കിയിട്ട് പോകണം. കുറച്ച് വ്യക്തികളെ പറ്റിയിട്ട് അറിയണം. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ, ബാലഗംഗാധര തിലകൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയിക്കോട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എക്കണോമിക്സിന്റെ ഭാഗത്ത്, അത് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നാണ്. ഇത് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോയിക്കോ. നീതി ആയോഗ് എന്തായാലും നോക്കിക്കോ. ആസൂത്രണ കമ്മീഷനും അതിന്റെ ഒപ്പം നോക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ആസൂത്രണ കമ്മീഷന്, നീതി ആയോഗ്, ബാങ്കുകൾ
ബാങ്കുകൾ, പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് നോക്കിയിട്ട് പോകും. ഓക്കെ, ബാങ്കുകളെ പറ്റിയിട്ട് എന്തായാലും നോക്കണം. റിപ്പോ റേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചിട്ട് പോയിക്കോ. കറണ്ട് അഫയറിന്റെ ഭാഗത്ത് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയാം. പിന്നെ കേരളത്തിലെ കലാപങ്ങൾ എപ്പോഴും ചോദ്യം ഉണ്ടാവും. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് കലാപം, ഈ സംഭവങ്ങൾ നോക്കണം. പഴശ്ശി കലാപം നോക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഇന്ത്യയിലാണെങ്കിൽ 1857 വിപ്ലവം എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിൽ നിന്നാണ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. വ്യാപിച്ച പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. പിന്നെ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെയാണ്. ഇത് പഠിച്ചു വെക്കുക. പിന്നെ കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയതാണ്. എനിക്ക് പറഞ്ഞു തരണം നല്ല ആഗ്രഹമുണ്ട്. ക്ഷമിക്കണം, ഒരു വട്ടം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കണം, എന്നോട് ക്ഷമിക്കണം. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകണം. ഇതൊക്കെ മുമ്പത്തെ നമ്മളുടെ ഓരോ മാരത്തോൺ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 1857 വിപ്ലവം, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കാണാം, അതിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് എന്തായാലും മിസ്സാക്കരുത്. ഈ ക്ലാസ്സിലും ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു പോവുക. 1857 വിപ്ലവം എന്തായാലും പഠിച്ചോ. പിന്നെ പത്രങ്ങളും സ്ഥാപകരും, അത് കേരളത്തിലെയും പഠിച്ചോ, ഇന്ത്യയിലെയും രണ്ടും പഠിച്ചോ. ഇന്ത്യയിലെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോ. ഗാന്ധിജിയുടെ പത്രം, ആനി ബെസന്റ്, അങ്ങനെ ഓരോന്നും പത്രങ്ങളും സ്ഥാപകരും എന്തായാലും പഠിച്ചു വെച്ചിട്ട് പോയിക്കോ. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതി പഠിക്കണം. മൗലികാവകാശങ്ങളുടെ ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്തായാലും ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോയിക്കോ. മൗലികാവകാശങ്ങളും അറിഞ്ഞിട്ട് പോയിക്കോ. മൗലികാവകാശങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു പോവുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക്കിൽ നല്ലൊരു റിവിഷൻ കൊടുക്കാതെ നിങ്ങൾ എക്സാമിലേക്ക് പോരുത് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക് മസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കുക. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഒന്ന് പെർഫെക്റ്റ് ആയി, ആ ഒരു മാർക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ നല്ല വേരിയേഷൻ വരും. അതായത് ആ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി മാർക്കുകൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും മേലെ നിൽക്കും. പിന്നെ ഇംഗ്ലീഷ് മലയാളമൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് മലയാളം പറ്റുന്ന അത്രയും PYQ ഒക്കെ നോക്കിയിട്ട് പോവാ. ഇനി അധികം സമയമല്ല, മാക്സിമം PYQ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ്, മലയാളം എന്നിവ മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കറണ്ട് അഫയറിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പദവികൾ പഠിച്ചു വെക്കണം. പുതിയ നിയമനങ്ങൾ അറിയണം. അതുപോലെ തന്നെ നിലവിലെ മന്ത്രിസഭ അറിഞ്ഞു വെക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഓരോന്ന് വായിച്ച് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പോലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട വേദികൾ അറിഞ്ഞിരിക്കണം. ദിനങ്ങളും പ്രമേയങ്ങളും അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ കേന്ദ്രീകരിച്ച് പഠിക്കുക. ഒരു 500 ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഈ 500 ക്വസ്റ്റ്യൻ പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കറണ്ട് അഫയറിന്റെ ഭാഗത്തും പിന്നെ മലയാളം, ഇംഗ്ലീഷ്, PYQ, ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആവും. കേരള ജോഗ്രഫി ഒക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ, അതായത് +2 ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഒന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നോക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എത്രയും പെട്ടെന്ന് നിർത്തിയതിൽ ഞാൻ ഒരു വട്ടം കൂടെ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഹിസ്റ്ററി ഒക്കെ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. സയൻസ് ഞാൻ പറയാൻ വിട്ടുപോയി. വിറ്റാമിനുകളെ പറ്റിയിട്ട് എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ലെൻസുകളെ പറ്റിയിട്ട് അറിഞ്ഞു വെക്കണം. ലെൻസ് ദർപ്പണങ്ങൾ അറിഞ്ഞു വെക്കണം. പിന്നെ ഫിസിക്സ് ആ ഭാഗങ്ങൾ, പ്രകാശം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയണം. പിന്നെ ആറ്റത്തിനെ കുറിച്ചിട്ട് ഏകദേശം അറിയണം. അവിടെയും സിദ്ധാന്തങ്ങൾ കുറേ എണ്ണം നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കാണ്ട്. അതും കഴിഞ്ഞ PYQ മാക്സിമം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തൊക്കെ നോക്കാൻ പറ്റും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകട്ടോ. നന്നായി തന്നെ പഠിക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവും. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി എക്സാം എഴുതുക. സമാധാനത്തിൽ എക്സാം എഴുതുക. ചടപടയെന്ന് എഴുതിയിട്ട് വരരുത്. അതായത് പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഇതിന് അറിയുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി ആൻസർ ചെയ്ത്. സത്യമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാവും. പക്ഷെ ഓപ്ഷൻ എയിൽ മിക്കവാറും കുറുക്കാനുള്ളത് നിങ്ങളെ കുഴപ്പിക്കാനുള്ള ചോദ്യമാണ്, കുഴപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഓർമ്മ വരും, അയ്യോ അതല്ലല്ലോ, തെറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഓർമ്മ വരും. ഭയങ്കരമായിട്ട് മനസ്സ് തകർന്നു പോകും. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യനുകളെയും അത് ബാധിക്കും. അപ്പൊ സമാധാനത്തിൽ ഓരോന്നും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സമാധാനത്തിൽ ആൻസർ ചെയ്യാവുന്ന 10-15 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം കൊടുക്കണം എന്നല്ല അതിന്റെ അർത്ഥം. സമാധാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 2 വട്ടം വായിക്കാൻ അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക. ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും എല്ലാ ഓപ്ഷനും വായിച്ച ശേഷം മാത്രം എപ്പോഴും ആൻസർ ചെയ്യുക. എല്ലാ ഓപ്ഷനും വായിച്ചിട്ടുണ്ടാവണം. ആദ്യത്തെ ഓപ്ഷൻ മാത്രം വായിച്ചിട്ട് ഇതാണ് ഉത്തരം എന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്യരുത്. മേ ബി നിങ്ങൾക്ക് പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും ഇതല്ല ഉത്തരം എന്നുള്ളത്. ആ രീതിയിലാണ് PSC ചോദ്യം തരാറുള്ളത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാം. മാത്സ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് ഒന്ന് ഉറപ്പാക്കിയിട്ട്, ചിലപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് തീരുന്നതിന് മുമ്പുള്ള ഒരു സാധനം അവിടെ ഓപ്ഷനിൽ ഉണ്ടാവും, അത് പോയിട്ട് ആൻസർ ചെയ്ത് സ്റ്റെപ്പ് തീർന്നു എന്ന് ഉറപ്പുവരുത്താം മാത്സിന്റെ കാര്യത്തിൽ. പിന്നെ ഇംഗ്ലീഷും മലയാളമൊക്കെ മാക്സിമം അറിയുന്നത് ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാം. എന്തായാലും ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പോയി എക്സാം എഴുതാം. നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുക. നേരത്തെ ഹാളിൽ എത്താൻ ശ്രമിക്കുക. പിടഞ്ഞു പോകാൻ നിൽക്കരുത്. അതായത് അവസാന സമയത്ത് പോയി കയറി കഴിഞ്ഞാൽ അത്രയും ടെൻഷൻ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ എക്സാം എഴുതുമ്പോൾ എക്സാമിനെയും അത് ബാധിക്കും. മുമ്പ് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയ ശേഷം, മൂത്രമൊക്കെ ഒഴിച്ച ശേഷം
എക്സാം ഹോളിലേക്ക് കയറുക. എന്തായാലും ഒരിക്കൽ കൂടെ നിങ്ങളോട് ഓൾ ദ ബെസ്റ്റ് പറയാണ്. നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല കോൺഫിഡൻസോട് കൂടെ പോയി എഴുതുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടണമെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണോ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നന്നായി തന്നെ റിവിഷൻ ചെയ്ത്, പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് മനസ്സിലാക്കിയ ശേഷം എക്സാം ഹോളിലേക്ക് പോവുക. എന്തായാലും താങ്ക് യു. നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക.